ഹായ് ഡിയേഴ്സ്, ഈ പ്രാവശ്യം ഞങ്ങൾ ഗ്രോസറി പർച്ചേസിന് വേണ്ടിയിട്ട് ഗ്രാൻഡ് മോളിൽ പോയപ്പോൾ നമ്മുടെ തായ്ലൻഡിൻ്റെ ടെൻഡർ കോക്കനട്ട് ഇരിക്കണുണ്ട് കേട്ടോ. സാധാരണ ഞങ്ങൾ ടെൻഡർ കോക്കനട്ട് ദുബായ് ഫിഷ് മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഷാർജ ഫിഷ് മാർക്കറ്റിൽ നിന്നോ നാടൻ കരിക്ക് വാങ്ങി കുടിക്കാറാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ മക്കൾക്കാലും ഞങ്ങൾക്കൊക്കെ ഇളനീർ വെള്ളം കുടിക്കുന്നത്. അപ്പോൾ ഇളനീർ അവിടെ നിന്നാണ് ഞങ്ങൾ കഴിക്കാറ്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ഇങ്ങനെയൊക്കെ ഇരിക്കണ കണ്ടപ്പോൾ ഒരാഗ്രഹം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, നമ്മുടെ നാടിൻ്റെ ടേസ്റ്റ് ഉണ്ടോ തായ്ലൻഡിനെന്ന് അറിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ആ കരിക്കിന് മുകളിൽ തന്നെ യൂസർ മാനുവൽ എഴുതിയിട്ട് പുൾ പ്രസ് ഇൻസേർട്ട്, അതാണ് 3 സ്റ്റെപ്പ് ഇത് ഓപ്പൺ ചെയ്യാനുള്ള കേട്ടോ. അപ്പോൾ അതിനുള്ള ശ്രമത്തിലാണ് നിൽക്കുക. പക്ഷേ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഞങ്ങൾ പൊട്ടിച്ചപ്പോൾ അതിൻ്റെ സാധനം തന്നെ പൊട്ടിപ്പോയി. പുള്ളയിലും പ്രസ് ചെയ്യലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആ സാധനത്തിൻ്റെ പകുതി അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. അപ്പോൾ തുറക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് തുറക്കുന്നത് നന്നായിരിക്കും. അവസാനം ഞങ്ങളതാ അതിൻ്റെ കവറൊക്കെ പറിച്ചെടുത്ത് അങ്ങനെ ഇൻസേർട്ടൊക്കെ ചെയ്ത് ഒരു വിധത്തിൽ തുറക്കുക ചെയ്തത്. 3 വാങ്ങിയാൽ ഒന്ന് മാത്രം ആ 3 സ്റ്റെപ്പ് നല്ല കൃത്യമായിട്ട് ചെയ്ത് കറക്റ്റായിട്ട് നല്ല ക്ലീനായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റിയിട്ടോ. അതാണ് ഇത്. ബാക്കി 2 പിച്ചി പറിച്ചെടുത്ത ഒരു ഭംഗിയില്ലാത്ത രീതിയിലാണ് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല വൃത്തിയിൽ കിട്ടുകയാണെങ്കിൽ സ്ട്രോ ഒക്കെ ഇട്ട് വെച്ച് കുടിക്കുമ്പോൾ നല്ല അടിപൊളി. പക്ഷെ ടേസ്റ്റ് നമ്മുടെ നാടൻ കരിക്കിൻ്റെ ടേസ്റ്റൊന്നും അല്ല കേട്ടോ. നമ്മുടെ നാട് അത് വേറെ തന്നെയാണ്. നമ്മുടെ നാടൻ കരിക്ക് കുടിക്കുന്ന ആ ടേസ്റ്റ് ഒന്നുമല്ല. ഒരു മധുരം പോലും എനിക്ക് തോന്നിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ വാങ്ങുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കണ്ടും കുടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ.